السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ അൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബിലെ കിതാബു സിയാമാണ് നമ്മൾ വായിച്ചു വരുന്നത്. പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസ്അലകൾ ഹദീസുകളുടെ വെളിച്ചത്തിൽ ചുരുങ്ങിയ രൂപത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വിസാലിനെ കുറിച്ചാണ് പറഞ്ഞത്. അൽ വിസാൽ അഥവാ നോമ്പ് മുറിക്കാതെ വീണ്ടും തുടർന്നു പോയി അത്താഴത്തിൻ്റെ സമയമായാലും നോമ്പ് മുറിക്കാതെ വീണ്ടും അങ്ങനെ തുടർന്നു പോകുന്നതിനാണ് അൽ വിസാൽ എന്ന് പറയുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ തുടർച്ചയായി നോമ്പ് എടുക്കരുത്. എന്നാൽ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ സഹർ വരെ ഒരാൾക്ക് വിസാൽ ചെയ്യാം എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. അതിൻ്റെ ആകെത്തുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് ഹറാമാണ്, നഹ എന്നാണ് ഹദീസിൽ വന്നത്. അതുകൊണ്ടത് പാടില്ല എന്നൊരു വിഭാഗം പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അത് ഒരാൾ ചെയ്താൽ ഹറാമാവുകയില്ല, പക്ഷേ കറാഹത്താണ് എന്നൊരു വിഭാഗം പറഞ്ഞിട്ടുണ്ട്. വേറൊരു വിഭാഗം ജായിസാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും രണ്ടാമത് വന്ന ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഒരാൾക്ക് കൂടിപ്പോയാൽ നോമ്പ് മുറിക്കേണ്ട സമയമായാലും മുറിക്കാതെ അത്താഴം വരെ കൊണ്ടുപോകാം. അതും ഒഴിവാക്കലാണ് അഫ്ളൽ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം തൊട്ടു മുന്നേ ഉള്ള ഹദീസുകൾ അറിയിക്കുന്നത് അതാണ്. സമയമായാൽ വേഗത്തിൽ നോമ്പ് മുറിക്കണം. അതാണ് കൂടുതൽ ഉന്മേഷത്തിനും ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടാനും ഒക്കെ നമുക്ക് നല്ലത്. വല്ലാഹു അഅലം. അടുത്തതായി മറ്റൊരു അധ്യായമാണ് ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബാബുൻ അഫ്ളലു സിയാമി വഗൈറുഹു. അഫ്ളലു സിയാം അഥവാ ശ്രേഷ്ഠകരമായ നോമ്പുകൾ, ശ്രേഷ്ഠകരമായ നോമ്പുകളും അതല്ലാത്ത ചില കാര്യങ്ങളും വിശദീകരിക്കുന്ന ഒരു അധ്യായമാണിത്. സുദീർഘമായ വലിയ ഒരു ഹദീസാണ് ഈ അധ്യായത്തിൽ ആദ്യമായി അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുള്ളത്. عن عبد الله بن عمرو بن العاص رضي الله عنهما قال. അബ്ദുല്ലാഹി ബിൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. കിതാബ് കയ്യിലുള്ള ആളുകൾ കിതാബ് നോക്കുക, ഹദീസ് കാണാനും വായിക്കാനൊക്കെ നമുക്ക് എളുപ്പം കിട്ടും. ഉഖ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നി അഖൂലു വല്ലാഹി ലഅസൂമന്ന അന്നഹാറ വലഅഖൂമന്ന അല്ലൈല മാ ഇസ്തു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിക്കപ്പെട്ടു. അന്നി അഥവാ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അഖൂൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അഥവാ അദ്ദേഹത്തിൻ്റെ പിതാവ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു
അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മകൻ അബ്ദുള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സംഭവം ഇദ്ദേഹം തന്നെയാണ് റിവായത്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉഖ്ബിറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നി അഖൂൽ എന്ന് പറഞ്ഞത്. അഥവാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കപ്പെട്ടു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വല്ലാഹി ല അസൂമന്ന നഹാറ വല അഖൂമന്ന ലൈല മാ ഇസ്തു. അല്ലാഹുവാണ്, അദ്ദേഹം സത്യം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്നത്. ല അസൂമന്ന നഹാർ, ഇനി അങ്ങോട്ടുള്ള എല്ലാ പകലുകളിലും ഞാൻ നോമ്പ് നോൽക്കുക തന്നെ ചെയ്യും. വല അഖൂമന്ന ലൈല, ഇനി അങ്ങോട്ടുള്ള രാത്രികൾ മുഴുവനും ഞാൻ ഉറങ്ങാതെ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യും. മാ ഇസ്തു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. അഥവാ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ആയുസ് ബാക്കിയുള്ള കാലത്തോളം ഇനി ഞാൻ പകല് മുഴുവനും നോമ്പെടുക്കും, രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യും. ഫഖുൽതു ലഹു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ വിളിപ്പിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഖദ് ഖുൽതുഹു ബി അബി അൻത വ ഉമ്മി. നബിയെ, എൻ്റെ ഉമ്മയും വാപ്പയും അങ്ങേക്ക് പകരമാകട്ടെ, ഞാൻ ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഇന്നക ലാ തസ്തതിഉ ദാലിക, നിനക്കത് സാധിക്കുകയില്ല, നിനക്കത് സാധ്യമല്ല. എല്ലാ ദിവസവും നോമ്പെടുക്കുക, എല്ലാ ദിവസവും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക, മരിക്കുന്നവരെ നീ ഇങ്ങനെ ചെയ്യുക എന്നത് നിനക്ക് സാധിക്കുകയില്ല. ഫസും വ അഫ്തിർ, നീ നോമ്പെടുത്തോ, നോമ്പ് ഒഴിവാക്കിക്കോ. വഖും വനം, നീ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചോ, ഉറങ്ങിക്കോ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, ഇങ്ങനെ സ്ഥിരമായി ചെയ്യൽ നിനക്ക് സാധിക്കൂല. വസും മിന ശഹ്രി സലാസത അയ്യാം, നിനക്ക് അത്ര നിർബന്ധമാണ്, നീ എന്ത് ചെയ്തോളൂ, മാസത്തിൽ 3 ദിവസങ്ങൾ നീ നോമ്പെടുത്തോളൂ. ഫഇന്നൽ ഹസനത ബിഅശ്രി അംസാലിഹ, തീർച്ചയായും ഒരു നന്മ എന്നത് 10 തുല്യമാണ്. വദാലിക മിസ്ലു സിയാമിദ് ദഹർ, അങ്ങനെ നീ മാസത്തിൽ 3 ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷമാകുമ്പോൾ വർഷം മുഴുവനും നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടും. കാരണം 1ന് 10 ആണ്. 12 മാസം 3 വെച്ച് നോമ്പെടുത്താൽ 10 എന്ന കണക്കിൽ എത്രയായി? 360 ദിവസം നോമ്പെടുത്തതിന് തുല്യമായി. അങ്ങനെ ചെയ്തോളൂ. ഖുൽതു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ പറഞ്ഞു, ഫഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക്, നബിയെ, ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായിട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കും. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസും യൗമൻ ഫഅഫ്തിർ യൗമൈൻ, നീ ഒരു കാര്യം ചെയ്തോളൂ, ഒരു ദിവസം നോമ്പെടുത്തോളൂ, എന്നിട്ട് 2 ദിവസം നോമ്പ് ഉപേക്ഷിച്ചോളൂ. ഖുൽതു, അദ്ദേഹം പറഞ്ഞു, ഫഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക്, നബി, എനിക്ക് അതിനേക്കാൾ ശ്രേഷ്ഠകരമായി എടുക്കാൻ സാധിക്കും. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഫസും യൗമൻ വ അഫ്തിർ യൗമൻ, നീ ഒരു ദിവസം നോമ്പെടുക്കുകയും ഒരു ദിവസം നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്തോളൂ. ഫദാലിക സിയാമി ദാവൂദ് അലൈഹിസ്സലാം വഹുവ അഫ്ളലു സിയാം, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ്. മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നോമ്പാണത്. അദ്ദേഹം അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഫഖുൽതു, അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക്, നബി, എനിക്ക് അതിനേക്കാൾ ശ്രേഷ്ഠകരമായി എടുക്കാൻ സാധിക്കും. വഫി റിവായ, മറ്റൊരു റിവായത്തിൽ കാണാം, അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സൗമ ഫൗഖ സൗമി ദാവൂദ ശത്റദ് ദഹർ സും യൗമൻ വ അഫ്തിർ യൗമൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ അതിൻ്റെ മുകളിൽ ഒരു നോമ്പില്ല. അദ്ദേഹം തന്നെ വർഷത്തിൽ 6 മാസം നോമ്പും 6 മാസം നോമ്പ് ഉപേക്ഷിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സും യൗമൻ വ അഫ്തിർ യൗമൻ, നീ ഒരു ദിവസം നോമ്പെടുക്കുക, ഒരു ദിവസം നോമ്പ് ഉപേക്ഷിക്കുക. ഈ ഹദീസ് സഹോദരങ്ങളെ, സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ഇബാദത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം പരിശ്രമിച്ചിരുന്നു എന്നത് അറിയിക്കുന്ന ഒരു ഹദീസാണിത്.
അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം സഹാബികളിലെ യുവ തലമുറയിൽപ്പെട്ട ആളാണ്, ചെറുപ്പക്കാരിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹമാകട്ടെ നല്ല ആബിദാണ്, നന്നായി ഇബാദത്ത് ചെയ്യുന്ന പരിശ്രമകാരിയായ ഒരു വ്യക്തിത്വമാണ്. സദാസമയം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹമാണ് ആവേശത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞത്: ഇനി മുതൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പകൽ നോമ്പും രാത്രി നിസ്കാരവും ആയിരിക്കും. അപ്പം അദ്ദേഹം ഇവിടെ വല്ലാഹി എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവാണ്. ആ സത്യം ചെയ്യലെന്നത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇബാദത്തിനോടുള്ള താല്പര്യവും ആവേശവും കാരണത്താൽ ആ പറയുന്നതിൻ്റെ ശക്തി, അതാണ് സത്യം പുറത്തേക്ക് വന്നത്, വല്ലാഹി എന്ന് പുറത്തേക്ക് വന്നത്. അങ്ങനെ ചില സന്ദർഭത്തിൽ ചിലപ്പോൾ നമുക്ക് കാണാം അള്ളാഹുവാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഒക്കെ ഇതുപോലെ പറയുന്നതായി നമുക്ക് കാണാം. ഈ ഹദീസിലേക്ക് കടക്കുന്നതിന് മുന്നേ സഹോദരങ്ങളെ, ഇവിടെ നോക്കൂ, യുവാവായിരുന്ന ചെറുപ്പക്കാരിൽപ്പെട്ട ഒരു മഹാനായ സ്വഹാബിയുടെ സംസാരമാണ് നമ്മൾ കേട്ടത്. പണ്ഡിതന്മാർ പറഞ്ഞു, യുവത്വം എന്നത് ആ കാലഘട്ടത്തിൽ ഒരാൾക്ക് അള്ളാഹുവിനുള്ള ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടാൻ സാധിക്കുക എന്നത് എത്ര ആവശ്യക്കാരാണവർ. കാരണം പലപ്പോഴും യൗവനം പലതിൻ്റെയും പിന്നാലെ പോയി തുലക്കുകയാണ് ചെയ്യാറുള്ളത്. നല്ല ചോരത്തിളപ്പുള്ള കാലത്ത് ഇബാദത്തുകൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന് വഴിപ്പെടാൻ ചിലപ്പോൾ തൗഫീഖ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഹറാമുകളിലും തിന്മകളിലും മ്ലേച്ഛതകളിലും വൃത്തികേടുകളിലുമൊക്കെ ആയിക്കൊണ്ട് സമയം പാഴാക്കി കളയുക എന്നതാണ് ബഹുഭൂരിപക്ഷം സംഭവിക്കാറുള്ളത്. ഇന്നും നമുക്ക് ചുറ്റും നമുക്ക് ധാരാളം സംഭവങ്ങളും കാഴ്ചകളും അനുഭവങ്ങളും കാണാം. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഇബാദത്തുകളെക്കുറിച്ച് ചിന്തിക്കാനും അതിൽ ആവേശത്തോടുകൂടി മുന്നേറാനും തൗഫീഖ് നൽകുക എന്നത് വലിയ അനുഗ്രഹമാണ്. ഈ കാലത്തും നമ്മെപ്പോലെയുള്ള യുവ തലമുറകൾക്ക് വലിയ പ്രചോദനം ലഭിക്കുന്ന ചരിത്ര സംഭവമാണ് നമ്മൾ ഈ വായിച്ച ഹദീസ്. അദ്ദേഹം യുവാവാണ്. യൗവനത്തിൽ യുവത്വത്തിൽ അദ്ദേഹം കാണിച്ച താല്പര്യം നോക്കൂ നിങ്ങൾ. മരിക്കുന്നത് വരെ ഇബാദത്തിലായിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എല്ലാ ദിവസവും നോമ്പ് എന്നത് ഒരു മാസം റമളാൻ ആയാൽ തന്നെ പലപ്പോഴും പല ആളുകൾക്കും ഒരു പ്രയാസമായി തോന്നാറുണ്ട്. ഇനി ഒരു മാസം പഴയ പോലത്തെ കളി നടക്കൂലല്ലോ. നോക്കൂ, ജീവിതകാലം മുഴുവനും ഇനി അങ്ങോട്ട് നോമ്പായിരിക്കും എന്ന് ഒരാൾ സ്വന്തം നഫ്സിന്, സ്വന്തം ശരീരത്തിന് അടിച്ചേൽപ്പിക്കുകയാണ്, നിർബന്ധമാക്കുന്നത് പോലെയാണ് ചെയ്യുന്നത്. അതുപോലെ നോക്കൂ, എല്ലാ രാത്രിയിലും എഴുന്നേറ്റ് നിസ്കരിക്കും, എല്ലാ രാത്രിയിലും. ഇത് സഹോദരങ്ങളെ വലിയ കാര്യമാണ്. ഈ പറഞ്ഞ പോലെ, ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഈ യൗവനത്തിൽ യുവാവായിരിക്കുന്ന നല്ല ചോരത്തിളപ്പുള്ള കാലത്ത് നമുക്ക് ഇബാദത്തുകളിൽ പരിശ്രമിക്കാനും മുന്നേറാനും ഇതുപോലെയുള്ള ആവേശവും താല്പര്യവും ഉണ്ടായിരിക്കുക എന്നത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിച്ചില്ല എങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം ഒരാൾക്ക് കിട്ടിയില്ല എങ്കിൽ എവിടെ പോയി പിഴച്ചു എന്ന് ചോദിക്കേണ്ടതില്ല. എങ്ങനെയാണ് പിഴച്ചു പോയത്, എങ്ങനെയാണ് നശിച്ചു പോയത് എന്ന് ചോദിക്കേണ്ടതില്ല. അതിനു മാത്രം വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. അതിനു മാത്രം ഹറാമുകളും വൃത്തികേടുകളും മ്ലേച്ഛതകളും ഒരുക്കി വെക്കപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുക എന്നത് വലിയ നിഅമത്താണ്. അള്ളാഹു മരണം വരെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. സഹോദരങ്ങളെ നോക്കൂ, ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളും അതുപോലെയുള്ള കാര്യങ്ങളും മോശമായ കൂട്ടുകെട്ടും യഥാർത്ഥത്തിൽ നമുക്ക് പകരം നൽകുന്നത് എന്താണ്? ഇതുപോലെയുള്ള നല്ല ചിന്തകളോ അതല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രേരണകളോ അല്ല.
മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പിന്നോട്ടേക്ക് വലിക്കുന്ന കാര്യങ്ങളാണ് പകരം ലഭിക്കുന്നത്. എത്ര മോശമായ അനന്തരഫലങ്ങളാണ് ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്നത് എന്താണ്? ഒരാളുടെ യൗവനം തൊലഞ്ഞു പോവുകയാണ്. നല്ല ആരോഗ്യമുള്ള കാലം നശിച്ചു പോയാൽ, തുലഞ്ഞു പോയാൽ വലിയ നഷ്ടമാണത്, വലിയ നഷ്ടമാണ്. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധവും ദുഃഖഭാരവും സങ്കടങ്ങളും തിന്മകൾക്കുള്ള അനന്തരഫലങ്ങളുമല്ലാതെ ജീവിതത്തിൽ മറ്റൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ നോക്കൂ, അള്ളാഹു നൽകിയ നല്ല ആയുസ്, നല്ല പ്രായം, ശക്തിയും ആരോഗ്യവും സമയവും ഒക്കെ ഉള്ള കാലത്ത് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചാൽ, അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചാൽ, ദീൻ പഠിച്ചാൽ, പ്രാവർത്തികമാക്കിയാൽ, കുറച്ച് കാലം കഴിഞ്ഞാൽ, യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയാലും പഴയതുപോലെയുള്ള ആവേശങ്ങളും ആരോഗ്യപരമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ഒരു കുറ്റബോധം ഉണ്ടാവുകയില്ല. ആയ കാലത്ത് അള്ളാഹുവിന് വഴിപ്പെട്ട ശരീരവും അവയവങ്ങളുമാണ്. അതുകൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ പ്രയാസങ്ങൾ ഉണ്ടായാലും ഒരു നഷ്ടബോധം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നലകളിലെ വാർത്തകളും അതുപോലെ നമ്മൾ കേട്ട പല കാര്യങ്ങളും നമ്മെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുക എന്നത് വലിയ നിഅമത്താണ്. നമ്മുടെ ഈ ആരോഗ്യവും നല്ല കാലവും നല്ല പ്രായവും കഴിഞ്ഞു പോയാൽ മറ്റൊന്നും പകരമാവുകയില്ല. ദീൻ നഷ്ടപ്പെട്ടിട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് മറ്റെന്ത് നൈമിഷികമായ സുഖങ്ങൾ വന്നു കിട്ടിയിട്ടും നമുക്ക് കാര്യമില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിലെ യുവാക്കളെയും യുവതികളെയും സംരക്ഷിക്കുമാറാവട്ടെ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ലഅസൂമന്ന നഹാറ വല അഖൂമന്ന ലൈല മാ ഇസ്തു. ഇവിടെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ വാക്ക് അഥവാ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ പ്രഭാതത്തിൽ നോമ്പെടുക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞു സഹാബത്തിൻ്റെ ഇബാദത്തുകളോടുള്ള താല്പര്യമാണ്. അതോടൊപ്പം അതിലറിയിക്കുന്ന മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ രീതി, അവരൊരു കാര്യം ചെയ്താൽ അത് നിത്യമായി ചെയ്യാൻ പരിശ്രമിക്കുന്നവരാണ്. കുറച്ചു കാലം ചെയ്യുക എന്നിട്ട് ഉപേക്ഷിക്കുക എന്നതല്ല, മറിച്ച് ഒരു കാര്യം തുടർച്ചയായി ചെയ്യണം എന്നാണ് അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ അതാണ്. അദ്വമുഹാ വഇൻ ഖല്ല. ഒരാൾ നിരന്തരമായി ചെയ്യുന്ന ഇബാദത്താണ് അള്ളാഹുവിന് ഇഷ്ടം, കുറച്ചാണെങ്കിലും. ഹദീസിൽ വന്ന ബാക്കി ഭാഗങ്ങൾ നമ്മൾ വായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, ഒരു ദിവസം നോമ്പെടുത്തോളൂ, 2 ദിവസം നോമ്പ് ഉപേക്ഷിച്ചോളൂ. വർഷം 3 വീതിച്ചാൽ അതിൻ്റെ ഒരു ഭാഗം മുഴുവനും നോമ്പ്, 2ാമത്തെ ഭാഗം മുഴുവനും സാധാരണ അവസ്ഥ. അപ്പം അത് ഒരാൾ നിരന്തരമാക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പം അദ്ദേഹം അതിനേക്കാൾ കൂടുതലാണ് ചോദിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ദിവസം നോമ്പെടുക്കുക, ഒരു ദിവസം ഉപേക്ഷിക്കുക, നേരെ പകുതി. ഇത് സഹോദരങ്ങളെ, നമുക്ക് ഇതിൽ ഗുണപാഠമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഈ കാര്യത്തിൽ ഗുണപാഠമുണ്ട്. നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചാൽ അത് നിരന്തരമായി ചെയ്യാൻ പരിശ്രമിക്കണം. നോമ്പാവട്ടെ, രാത്രി നിസ്കാരമാവട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, ദീന് പഠിക്കലാവട്ടെ, ഏത് സൽക്കർമ്മങ്ങളും അത് നിരന്തരമായി ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരാൾ മാസത്തിൽ ഒരു നോമ്പെടുക്കുന്നു, അതൊരാൾ സ്ഥിരമായി എടുക്കുകയാണെങ്കിൽ അള്ളാഹുവിന് അത് ഇഷ്ടമാണ്. ഒന്നേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കേണ്ടതില്ല. അള്ളാഹുവിന് അത് ഏറ്റവും പ്രിയങ്കരമാണ്. ഒരാൾ മാസത്തിൽ 3 ദിവസങ്ങൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക, അള്ളാഹുവിന് അത് ഏറ്റവും ഇഷ്ടമാണ്. അയാൾ അതിൽ സ്ഥിരമായി പോവുക എന്നുള്ളത്.
ഒരാൾ രാത്രി നിസ്കാരം 3 റക്അത്തേ നിസ്കരിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അത്ര നിസ്കരിച്ചാൽ മതി എന്നല്ല, ഒരാൾക്ക് സാധിക്കുന്നത് നിസ്കരിക്കാം. പക്ഷെ ഒരാൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ, പക്ഷെ അത് സ്ഥിരമായി ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിനത് ഏറ്റവും പ്രിയപ്പെട്ട അമലാണ്. ഒരാൾ ഖുർആൻ പാരായണം എല്ലാ ദിവസവും രാവിലെ 2, 3, 4 പേജുകൾ പാരായണം ചെയ്യും. അത് സ്ഥിരമായി ഒരാൾ ചെയ്യുക എന്നത് അള്ളാഹുവിനത് ഇഷ്ടമാണ്. നേരെ മറിച്ച് നോക്കൂ, നിങ്ങൾ ഒരാവേശത്തിൻ്റെ പുറത്ത് 1 മാസം നോമ്പെടുത്തു, പിന്നീട് കുറേ കാലത്തേക്ക് അല്ലെങ്കിൽ പിന്നീട് അതുമായി ബന്ധമില്ല എന്നത് ശരിയല്ല. അതുപോലെ തന്നെ ഒരു ദിവസം 1 ജുസ് കുത്തിയിരുന്ന് പാരായണം ചെയ്യുക, പിന്നെ 1 മാസത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. അങ്ങനെയല്ല, കുറച്ചാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അതാണ് ഈ ഹദീസിൽ അദ്ദേഹം പറഞ്ഞത്, മാ ഇസ്തു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാനിത് ചെയ്യും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു, നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നത് വരേക്കും അള്ളാഹുവിന് മടുപ്പ് തോന്നുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ അമലുകളിൽ അതിൻ്റെ കാര്യത്തിൽ ധന്യനാണ്. അള്ളാഹുവിനനുസരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് കൂടുകയോ കുറയുകയോ ഇല്ല. പക്ഷേ നമ്മൾ ചെയ്യുക എന്നത് അത് അള്ളാഹു അതിനെ പരിപോഷിപ്പിക്കുകയും അതിന് വലിയ പ്രതിഫലം നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു കാര്യം, ഒരു ഇബാദത്ത് അത് നിരന്തരം ചെയ്യാൻ, സ്ഥിരമായി ചെയ്യാൻ പരിശ്രമിക്കണം എന്നത് ഈ ഹദീസിൽ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും നമുക്ക് ലഭിക്കും. നമ്മൾ സഹോദരങ്ങളെ, ജീവിതത്തിനൊരു ചിട്ടകൾ ഉണ്ടാക്കാൻ ഈ ഹദീസിൽ തെളിവുണ്ട്. നമ്മളൊരു മാസത്തിൽ ഇന്ന രൂപത്തിൽ നോമ്പെടുക്കും, ഒരു ദിവസം ഞാൻ ഇന്നതൊക്കെ ചെയ്യും എന്നിങ്ങനെയുള്ള ഒരു തർത്തീബ് ഉണ്ടാക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ഒരു മാസം ഇന്ന കിതാബ് അല്ലെങ്കിൽ ഇന്ന കാര്യം അത് ഞാൻ പഠിക്കും അല്ലെങ്കിൽ വായിച്ച് തീർക്കും, ഇത്ര ജുസ് ഖുർആൻ പാരായണം ചെയ്യും എന്നിങ്ങനെ നമുക്കൊരു ജീവിതത്തിൽ ഒരു തർത്തീബ് ഉണ്ടാവുക എന്നത് വലിയ കാര്യമാണ്. നമുക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നോക്കൂ, സഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇബാദത്തിൽ തുടർന്നു പോകാൻ അദ്ദേഹത്തിന് ഒരു മാതൃക, ഒരു രൂപരേഖ ഉണ്ടാക്കുകയാണ് ജീവിതത്തിൽ. ഇനി അങ്ങോട്ട് മുഴുവനും എനിക്ക് നോമ്പും രാത്രി നിസ്കാരവുമാണ്. ഇത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ചെയ്താൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു പണിയില്ലാതിരിക്കുന്നത് കൊണ്ടാണ് പല ഷർറിലും പോയിട്ട് പോകുന്നത്. ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മൊബൈലിലും അങ്ങനെയുള്ള കാര്യത്തിലും ഇടപെടുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലൊരു താളമില്ലാതെ പോകുന്നത്. ജീവിതം അള്ളാഹു നൽകിയ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കിട്ടിയ ആയുസ്സും ആരോഗ്യവും ശക്തിയും ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ഇതൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടും. അതിന് മറുപടി പറയാതെ നമ്മളെ കാലുകളൊന്ന് അനക്കാൻ, ചലിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ശുഗ്ലിലായിരിക്കണം, എപ്പോഴും തിരക്കിലായിരിക്കണം. ഒന്നല്ലെങ്കിൽ ദീനിൻ്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ. വെറുതെ കുത്തിരിക്കുക എന്നുള്ളത് നമുക്ക് അനുയോജ്യമല്ല. അപ്പോഴാണ് വസ്വാസകൾ ഉണ്ടാവുക, അപ്പോഴാണ് പല രൂപത്തിലുള്ള മോശമായ ചിന്തകളും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരിക. ദുനിയാവിൻ്റെ കാര്യങ്ങളുണ്ടാകും, അത് നമ്മൾ കൃത്യമായി ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ നമ്മളൊരു തർത്തീബ് ഉണ്ടാക്കുക. എല്ലാ ദിവസവും ഇന്ന രൂപത്തിൽ ഞാൻ ചെയ്യും, അത് സ്ഥിരമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നത് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ, യൗവനത്തിൽ പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, വലിയ ഉത്തരവാദിത്വമോ കുടുംബഭാരമോ തലയിലേക്ക് വരുന്നതിന് മുന്നേ ഇതൊക്കെ നമുക്ക് സാധിക്കും. പഠിക്കാനും പ്രവർത്തിക്കാനും ഇബാദത്തുകൾ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണത്. പിന്നീട് നമ്മൾ തിരക്കിലായി പോയാൽ, കുടുംബജീവിതമായി ഉത്തരവാദിത്വമായി തിരക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. പിന്നെ നമുക്ക് സമയമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസിൽ നമുക്ക് അതിനൊക്കെ തെളിവുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ ആ വാക്കിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ കാണാം.
ഇനി നിങ്ങൾ നോക്കൂ, ഈ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു. ആ ഭാഗത്ത് നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. ഒരു കാര്യം നമ്മൾ കേട്ടാൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുന്നേ, അഭിപ്രായം പറയുന്നതിന് മുന്നേ അത് സത്യമാണോ എന്ന് അന്വേഷിക്കണം എന്നതിനുള്ള തെളിവാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു, ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫഖുൽതു ലഹു ഖദ് ഖുൽതുഹു. നബിയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ പറഞ്ഞു, നബിയെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പം അതിൽ നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. കേട്ടതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോകരുത്. കേട്ടത് സത്യമാണോ എന്ന് അന്വേഷിച്ച് അത് ഉറപ്പുവരുത്തണം. ആ ഹദീസിലുള്ള ഗുണപാഠമാണ്. ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പ് കിട്ടി, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, ഫഇന്നക ലാ തസ്തതിഉ ദാലിക്. അബ്ദുല്ലാ, നിനക്കിത് സാധിക്കുകയില്ല, ഈ പറഞ്ഞ പോലെ സാധിക്കുകയില്ല. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കുകയില്ല എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞത്, ഇത് സ്ഥിരമായി കൊണ്ടുപോവുക, മരിക്കുന്നത് വരെ കൊണ്ടുപോവുക എന്നത് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? ഇപ്പോൾ അദ്ദേഹം പറയുന്നത് യൗവനത്തിൻ്റെ കാലത്താണ്. ഇപ്പോൾ നല്ല ചോരത്തളപ്പും നല്ല ആരോഗ്യവും ഒക്കെ ഉള്ള സമയത്താണ് അദ്ദേഹം ഇത് പറയുന്നത്. മരിക്കുന്നത് വരെ ഇത് ചെയ്യും എന്ന് പറഞ്ഞ് അദ്ദേഹം സത്യം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന് പ്രായമാകും, എല്ലുകൾക്ക് ക്ഷയം ബാധിക്കും, ആരോഗ്യപരമായി ക്ഷീണിക്കും. അപ്പോൾ ഈ പറഞ്ഞത് സാധിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് ഇത് സാധിക്കുകയില്ല. ആണ് അവിടുത്തെ ഉദ്ദേശം. 1, 2, 3, 4 അല്ലെങ്കിൽ 10 വർഷമോ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കും. പക്ഷെ മരിക്കുന്നത് വരെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. കാരണം വയസ്സായാൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം അത് പ്രയാസകരമായി തീരും. അപ്പോൾ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഞാൻ അന്ന് വെറുതെ പറഞ്ഞതാണ്, വെറുതെ പറഞ്ഞു പോയി, കുടുങ്ങി പോയല്ലോ എന്ന് ഒരാൾ അസ്വസ്ഥനാവേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫഇന്നക ലാ തസ്തതിഉ ദാലിക്, നിനക്കത് സാധിക്കുകയില്ല. എന്നിട്ട് അവിടുന്ന് എന്ത് പറഞ്ഞു കൊടുത്തു? പോംവഴി പറഞ്ഞു കൊടുത്തു. നീ ഇങ്ങനെ ഒറ്റയടിക്ക് തീരുമാനം എടുക്കേണ്ടതില്ല. പിന്നെയോ വഴി പറഞ്ഞു കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, ഫസും വ അഫ്തിർ, ഈ നോമ്പെടുത്തോളൂ, നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസങ്ങളൊക്കെ നോമ്പെടുത്തോളൂ, നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്തോളൂ. അപ്പം അത് നല്ലൊരു കാര്യമാണ്. ആരോഗ്യമുള്ള സമയത്ത് നോമ്പെടുക്കാം, ഒരു പ്രയാസമുണ്ടോ നോമ്പ് ഉപേക്ഷിക്കാം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അതാണ് പറഞ്ഞു കൊടുത്തത്. വഖും വനം, ഈ രാത്രി എന്നിട്ട് നിസ്കരിച്ചോ, ഉറങ്ങുകയും ചെയ്തോ. പകല് മുഴുവനും നോമ്പ്, രാത്രി മുഴുവനും നിസ്കാരമായാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. കുറച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ, പിന്നീട് തളർന്നു പോകും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എഴുന്നേറ്റ് നിസ്കരിച്ചോളൂ, ഉറങ്ങുകയും ചെയ്തോളൂ. എന്നിട്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞു കൊടുത്തു, വസും മിന ശഹരി സലാസത അയ്യാം, ഇനി ഒരു കാര്യം ചെയ്തോളൂ, മാസത്തിൽ 3 ദിവസം നോമ്പെടുത്തോളൂ. കാരണം മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് ഒരാൾക്ക് വർഷം മുഴുവനും നോമ്പെടുത്തതുപോലെയാണ്. അതങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ. മറ്റു ചില റിവായത്തിൽ കാണാം, സൗമു ഷഹരി സബുരി വസലാസതി അയ്യാമിൻ മിൻ കുല്ലി ഷഹരിൻ സൗമുദ്ദഹർ, എല്ലാ മാസവും 3 ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് ഈ ഹദീസിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗമു അദ്ദഹർ, വർഷം മുഴുവനും നോമ്പെടുത്തതുപോലെയാണ്. നേരത്തെ പറഞ്ഞു, ഒരു നന്മ അതിന് 10 പ്രതിഫലമാണ് അള്ളാഹു നൽകുക, ചുരുങ്ങിയത്. അപ്പോൾ ഒരാൾ നോമ്പെടുത്താൽ, ഒരു നോമ്പെടുത്താൽ 10 എന്ന പുണ്യം കണക്ക് കൂട്ടിയാൽ ഒരു മാസം 30 ദിവസത്തേക്കുള്ള പുണ്യമായി. അങ്ങനെ 12 മാസങ്ങൾ എടുത്താലോ ഒരു വർഷം നോമ്പെടുത്തതുപോലെ ആവുകയും ചെയ്തു. അതാണ് ഫഇന്നൽ ഹസനത ബിഅശ്രി അംസാലിഹ വദാലിക മിസ്ലു സിയാമിദ്ദഹർ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്തു. പക്ഷെ അദ്ദേഹം അതിൽ തൃപ്തനായില്ല. നോക്കൂ, ഇവിടെ മറ്റൊരു ഗുണപാഠമുള്ളത്, നമ്മളൊരാളോട് ഒരു കാര്യം പാടില്ല അല്ലെങ്കിൽ അത് നിനക്ക് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ സാധ്യമാകുന്നതും പാടുള്ളതും പറഞ്ഞു കൊടുക്കണം. ഒറ്റയടിക്ക് അത് പാടില്ല എന്ന് പറഞ്ഞ് ആളെ നിരാശനാക്കരുത്. മറിച്ച് എന്ത് വേണം? പാടുള്ളത് പറഞ്ഞു കൊടുക്കണം. പകരം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നമുക്ക് കാണാം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പലിശ ഹറാമാക്കി, കച്ചവടം ഹലാലാക്കി. നേർക്ക് നേരെയുള്ള നല്ല ഇടപാടുകൾ, കച്ചവടം അള്ളാഹു ഹലാലാക്കി. ഇന്നതേ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഹറാമല്ലാത്ത, പ്രത്യേകിച്ച് ഹറാമാണ് എന്ന് പറയപ്പെടാത്ത ഏത് കാര്യവും ഒരാൾക്ക് കച്ചവടം ചെയ്യാം. അള്ളാഹു പലിശ ഹറാമാക്കി, പലിശ ഹറാമാക്കിയിട്ട് അവിടെ നിർത്തിയിട്ടില്ല, കച്ചവടം ഹലാലാക്കി. ഇതുപോലെ തന്നെയാണ് ഒരു കാര്യം വിലക്കുകയാണെങ്കിൽ എന്താണ് പാടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ശരീഅത്തിൻ്റെ പല നിയമങ്ങളിലും നമുക്ക് കാണാം. വ്യഭിചാരം, നസ്അലുല്ലാഹ സലാമത വൽ ആഫിയ, അല്ലാഹു വലാ തഖറബു, അതിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ വിവാഹം അല്ലാഹു ഹലാലാക്കി, അനുവദിച്ചു. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 1, 2, 3, 4 വരെ അല്ലാഹു അനുവദിച്ചു. സ്ത്രീകൾക്ക് പിടിക്കാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? പുരുഷനെ സൃഷ്ടിച്ച അള്ളാഹുവിനറിയാം പുരുഷൻ്റെ മാനസികാവസ്ഥ, അവൻ്റെ വിചാരങ്ങൾ ഏതുവരെ പോകും എന്ന് ഏറ്റവും നന്നായി അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിശ്ചയിച്ചു. 1 കഴിഞ്ഞു, പിന്നീട് തൃപ്തിയാകുന്നില്ല എങ്കിൽ വിചാരത്തിലേക്ക് പോക്കല്ല, പിന്നെയോ ഹലാലാതെ അടുത്തെടുക്കാം. അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, സാധിക്കുകയാണെങ്കിൽ, നീതി പാലിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം അടുത്തത്, അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒന്നിൽ അവസാനിപ്പിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ വിചാരങ്ങൾക്കപ്പുറത്തേക്ക് നമുക്ക് കിട്ടിയ ആളോട് കൃത്യമായി നീതി പുലർത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. എല്ലാ സുന്നത്തും എടുത്തിട്ട് ഈ സുന്നത്ത് എടുക്കാം എന്ന് ചില ഭാര്യമാർ പറയാറുണ്ട്, നമുക്ക് കാണാം. ഇത് മറ്റൊരു വിഷയമാണ്, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം വിലക്കുകയാണെങ്കിൽ പാടുള്ളത് പറഞ്ഞു തരും. അതാണ് നമ്മുടെ വിഷയം. ഇവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്കത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് പാടുള്ളത് പറഞ്ഞു കൊടുത്തു. ഇത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രബോധന രംഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനാവട്ടെ, മക്കൾക്കാവട്ടെ, ഭാര്യയ്ക്കാവട്ടെ, ആർക്കാവട്ടെ ഒരു കാര്യം പാടില്ല എന്ന് പറയുമ്പോൾ പാടുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അവർക്കത് മനസ്സിലാവുക, അപ്പോഴാണ് അതിൽ ഒരു ഹൃദയ വിശാലത ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നീ ചെയ്യരുത്, മറിച്ച് ഫസും വാഫ്തിർ, നോമ്പെടുത്തോ, നോമ്പ് വീക്ഷിച്ചോ, നല്ല കാര്യമാണ്. ഇബാദത്ത് ചെയ്യാൻ താല്പര്യത്തോടു കൂടി വരുന്ന ഒരാളോട് നിനക്ക് പറ്റൂല എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞയച്ചാൽ അത് പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി പറഞ്ഞു കൊടുത്തു, നോമ്പെടുത്തോ, നോമ്പ് മുറിച്ചു. അയാൾക്കൊരു വഴിയായി, ഒരു പോം വഴി കിട്ടി. ഇനി രാത്രി നിസ്കരിച്ചോളൂ, ഉറങ്ങിക്കോളൂ, മുഴുവനും രാത്രി നിസ്കാരം എന്നത് നിനക്ക് സാധിക്കുകയില്ല. വീണ്ടും പറഞ്ഞു കൊടുത്തു, വസും മിനശ്ശഹ്രി 3 അയ്യാം, മാസത്തിലൊരു 3 ദിവസം നോമ്പെടുത്തോളൂ. അങ്ങനെ നോമ്പെടുത്താൽ 1-ന് 10 എന്ന പ്രതിഫലം വെച്ചുകൊണ്ട് ഒരു വർഷം മുഴുവനും നോമ്പെടുത്തത് പോലെയാണ്. ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ നോക്കൂ, ഇവിടെ പ്രത്യേകിച്ച് ഇന്ന ദിവസം ഇപ്പോൾ മാസത്തിലെടുക്കുകയാണെങ്കിൽ തന്നെ അത് തുടർച്ചയായി എടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഒരാൾക്ക് തുടർച്ചയായിട്ടെടുക്കാം, മാസത്തിൻ്റെ തുടക്കത്തിലെടുക്കാം, മധ്യത്തിലെടുക്കാം, അവസാനത്തിലെടുക്കാം, എങ്ങനെ എടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. അകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു മിൻ കുല്ലി ശഹ്രിൻ 3 അയ്യാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാസവും 3 ദിവസങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നോ? ഖാലത്ത്, അവർ പറഞ്ഞു, നഅം, അതേ, നോമ്പെടുക്കാറുണ്ടായിരുന്നു. ഫഖുൽതു ലഹ, ഹദീസ് റിവായത്ത് ചെയ്ത റാവി അദ്ദേഹം ചോദിക്കുകയുണ്ടായി, മിൻ അയ്യാമി ശഹ്രി കാന യസൂം, മാസത്തിൽ ഏത് ദിവസമാണ് അവിടുന്ന് എടുക്കാറുണ്ടായിരുന്നത്? ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലം യകുൻ യുബാലി മിൻ അയ്യാമി ശഹ്രി യസൂം, മാസത്തിലെ ഏത് ദിവസമാണ് എന്നത് അവിടുന്ന് പരിഗണിക്കാറില്ല. അവിടെ സൗകര്യം ഉണ്ടാകുമ്പോൾ എടുക്കും, ചിലപ്പോൾ ആദ്യത്തിലായിരിക്കും,
ചിലപ്പോൾ ഇടയിലായിരിക്കും, ചിലപ്പോൾ അവസാനത്തിലായിരിക്കും, ചിലപ്പോൾ ഒരുമിച്ചെടുക്കും, ചിലപ്പോൾ വിട്ടുവിട്ടെടുക്കും. അതിൽ വിശാലതയുണ്ട്. അപ്പോൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ഇത് ഏതൊരാൾക്കും പറ്റുന്നതാണ്. ഇതൊരാൾ മരിക്കുന്നത് വരെ ചെയ്യണം എന്നുദ്ദേശിക്കുകയാണെങ്കിൽ തീരെ പ്രയാസം ഉണ്ടായാലല്ലാതെ ഒരാൾക്ക് എന്തില്ല, ഇത് ഒഴിവാക്കണം എന്നില്ല. മാസത്തിലൊരു നോമ്പ് പ്രായം ചെന്നാലും എടുക്കാൻ പറ്റും. നിത്യരോഗിയോ അല്ലെങ്കിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഒരാൾക്ക് എടുക്കാം. മാസത്തിൽ 3, അതും ഒരാൾക്ക് ആദ്യത്തിലും ഇടയിലും അവസാനത്തിലൊക്കെ ആയിട്ട് ഓരോന്ന് 10 ദിവസം ഇടവിട്ടെടുക്കാൻ ഒരാൾക്ക് സാധിച്ചേക്കാം. അതുപോലെ ഒരാൾ ഉറങ്ങുകയും എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് മരിക്കുന്നത് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക്, നബിയെ ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായി ചെയ്യാൻ എനിക്ക് സാധിക്കും. കാരണം അദ്ദേഹത്തിന് ഖുദ്റത്തുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എനിക്ക് കഴിയും, എനിക്ക് സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസും യൗമൻ വഅഫ്തിർ യൗമൈൻ. ഒരു കാര്യം ചെയ്തോളൂ, ഒരു ദിവസം നോമ്പെടുത്തോ, 2 ദിവസം നോമ്പ് വിട്ടോളൂ, എന്നിട്ട് 3-ാമത്തെ ദിവസം എടുക്കുക, അടുത്ത ദിവസം എടുക്കുക, പിന്നെ 2 ദിവസം വിട്ടിട്ട് പിന്നെ അടുത്ത ദിവസം എടുക്കുക. അപ്പോഴും ഒരാൾക്ക് വലിയ പ്രയാസമുണ്ടാവുകയില്ല. ഒരാൾ തുടർന്ന് കൊണ്ടുപോകണം എന്നുദ്ദേശിച്ചാൽ എന്നാലും ഒരാൾക്ക് സാധിച്ചേക്കാം. അദ്ദേഹം അവിടെ നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഫഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക്, നബി എനിക്ക് അതിനേക്കാൾ നോമ്പെടുക്കാൻ പറ്റും, എനിക്ക് അതിനേക്കാൾ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസും യൗമൻ വഅഫ്തിർ യൗമൻ, ഒരു ദിവസം നോമ്പെടുക്കുക, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുക. ആദ്യം പറഞ്ഞത് ഇഷ്ടമുള്ളപ്പോൾ എടുത്താൽ മതി. രണ്ടാമത് പറഞ്ഞത് നേരത്തെ പറഞ്ഞു, ഒരു വർഷം 3 വീതിച്ചാൽ അതിലൊരു ഭാഗം മുഴുവനും അദ്ദേഹത്തിന് നോമ്പാണ്, ഒരു ഭാഗം മുഴുവനും നോമ്പാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നേരെ പകുതിയാണ്. ഒരു ദിവസം നോമ്പ്, ഒരു ദിവസം അവധി, ഒരു ദിവസം നോമ്പ്, ഒരു ദിവസം അവധി. അപ്പോൾ എത്രയായി? 6 മാസക്കാലം നോമ്പ്, 6 മാസം നോമ്പില്ലാത്ത അവസ്ഥ. ഇതും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ ഫഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക്, ഇതിനേക്കാൾ എനിക്ക് സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഫ്ളല മിൻ ദാലിക്, അതിനേക്കാളൊരു ശ്രേഷ്ഠത അല്ലെങ്കിൽ ശ്രേഷ്ഠകരമായ ഒരു നോമ്പെടുക്കലില്ല. ചില റിവായത്തിൽ വന്നതുപോലെ ഫദാലിക സിയാമു ദാവൂദ്, ഈ പറഞ്ഞതാണെന്ത്? ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നോമ്പ്. അദ്ദേഹം ഇങ്ങനെയായിരുന്നു നോമ്പെടുത്തിരുന്നത്, ഒരു ദിവസം നോമ്പും ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുകയും ചെയ്യും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഹുവ അഫ്ളലു സിയാം, ഒരാൾ നോമ്പെടുക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായൊരു രൂപമാണിത്. 6 മാസം നോമ്പും 6 മാസം നോമ്പ് ഇല്ലാത്ത അവസ്ഥയും, അഥവാ ഇടവിട്ടിട്ട് നോമ്പ്, ഇന്ന് നോമ്പാണെങ്കിൽ നാളെ ഇല്ല, പിന്നെ അടുത്ത നോമ്പ്, പിന്നെ അങ്ങനെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സൗമ ഫൗഖ സൗമി ദാവൂദ, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്ത ഈ നോമ്പുണ്ടല്ലോ, ഈ രൂപം, ഇതിനേക്കാളൊരു ശ്രേഷ്ഠകരമായ ഒരു രൂപമില്ല. ഷത്റദ്ദഹർ, വർഷത്തിൻ്റെ പകുതി അദ്ദേഹം നോമ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? സും യൗമൻ വഅഫ്തിർ യൗമൻ, നിനക്ക് അങ്ങേയറ്റം ഈ നോമ്പ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒരു ദിവസം നോമ്പെടുക്കുക, ഒരു ദിവസം നോമ്പ് ഉപേക്ഷിക്കുക. നോക്കൂ സഹോദരങ്ങളെ, ഒരാൾക്ക് ഈ പറഞ്ഞ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം? നോമ്പെടുക്കാം. അഫ്ളലായ രൂപം ഇതാണ്, ഏറ്റവും അഫ്ളലായ രൂപം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നോമ്പിൻ്റെ രൂപമാണ്. വഅൻഹു ഖാല, അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന മറ്റൊരു റിവായത്ത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹബ്ബ സിയാമി ഇലല്ലാഹി സിയാമു ദാവൂദ, തീർച്ചയായും അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ നോമ്പുകൾ എന്നത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നോമ്പുകളാകുന്നു.
വഅഹബ്ബു സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തു ദാവൂദ്, അള്ളാഹുവിങ്കൽ ഏറ്റവും പ്രിയങ്കരമായ നിസ്കാരം എന്നത്, അഥവാ ഫർദിന് പുറമെയുള്ള ഐച്ഛികമായ നിസ്കാരം, അത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിസ്കാരമാകുന്നു. ഈ റിവായത്ത് ഇവിടെ കൊണ്ടുവന്നത് അദ്ദേഹം നോമ്പിൻ്റെ കാര്യവും രാത്രി നിസ്കാരത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ കാര്യം എന്ത് പറഞ്ഞു അദ്ദേഹത്തോട്? ഒന്നല്ലെങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ എടുക്കാം, ഉപേക്ഷിക്കാം. അതല്ലെങ്കിൽ മാസത്തിൽ 3 ദിവസം എടുക്കാം. ഇനി അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ദിവസം നോമ്പ്, 2 ദിവസം നോമ്പ് എടുക്കാതിരിക്കാം. അതും അല്ലെങ്കിലോ 1 ദിവസം നോമ്പ്, 1 ദിവസം നോമ്പ് എടുക്കാതിരിക്കാം. ഇതാണ് ഏറ്റവും അഫ്ളലായ രൂപം. അവസാനം പറഞ്ഞാണ് ഏറ്റവും അഫ്ളലായ രൂപം. അപ്പം നീ ഇങ്ങനെ ചെയ്താൽ മതി, ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ശ്രേഷ്ഠത വേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇനി രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത റിവായത്ത്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നോമ്പ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നോമ്പാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം എന്നത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിസ്കാരമാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിൻ്റെ പ്രത്യേകത? കാന യനാമു നിസ്ഫൽ ലൈൽ, അദ്ദേഹം രാത്രിയുടെ പകുതി ഉറങ്ങും. വയഖൂമു സുലുസഹു, രാത്രിയുടെ 1/3 അദ്ദേഹം എഴുന്നേറ്റ് നിസ്കരിക്കും. വയനാമു സുദുസഹു, അതിലെ 6ാമത്തെ ഭാഗം അദ്ദേഹം ഉറങ്ങുകയും ചെയ്യും. വകാന യസൂമു യൗമൻ വയുഫ്തിറു യൗമൻ, അദ്ദേഹം ഒരു ദിവസം നോമ്പെടുക്കുകയും ഒരു ദിവസം നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യും. ഈ റിവായത്തിൽ നോക്കൂ, ഒരാൾക്ക് രാത്രി നിസ്കാരം നിർവഹിക്കാൻ ഏറ്റവും നല്ല രൂപമാണിത്. ഒരാൾ ഒരുപാട് നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിസ്കാരമാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നിസ്കാരം. അതേറ്റവും മനോഹരമായിരിക്കും. അതുകൊണ്ടാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹം രാത്രിയെ 6 വീതിക്കും. രാത്രിയെ 6 വീതിക്കും. അങ്ങനെ 6 വീതിച്ചു കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ പകുതി അത് അദ്ദേഹം ഉറങ്ങും. ആദ്യത്തെ പകുതിയിൽ അദ്ദേഹം ഉറങ്ങും. വയഖൂമു സുലുസഹു, എന്നിട്ട് അടുത്ത ഭാഗം, അടുത്ത 2 ഭാഗം, ആ 2 ഭാഗങ്ങൾ അദ്ദേഹം നിസ്കരിക്കും. പിന്നെയുള്ള 6ാമത്തെ ഭാഗം അദ്ദേഹം വീണ്ടും ഉറങ്ങും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിസ്കാരം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമാണ് എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ നോക്കൂ, രാത്രിയെ 6 പോയിട്ട് 2 3 ആയിട്ട് വീതിക്കാൻ പോലും നമുക്ക് നേരെയില്ല എന്നതാണ് വസ്തുത. സഹോദരങ്ങളെ, മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രാത്രി നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. നോക്കൂ, അദ്ദേഹം രാത്രിയെ 6 വീതിച്ചു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ. നമ്മൾ ഈ ജീവിക്കുന്ന കാലത്തുള്ള അവസ്ഥ എന്താണ്? നമുക്ക് രാത്രി എന്നത് ഇതുപോലെ വീതിച്ച് അതിലുറക്കവും രാത്രി നിസ്കാരവും ഒക്കെയായി നിർവഹിക്കാൻ സാധിക്കാതെ പോകുന്നത് നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് രാത്രി ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലെ ഒരു അവസ്ഥ. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, രാത്രി അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ടാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം, അള്ളാഹു രാത്രി നൽകിയിട്ടുള്ളത് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. രാത്രി മാത്രമേ ഉള്ളൂ എങ്കിൽ പകല് കൊണ്ടുവന്നു തരാൻ ആരാണുള്ളത്? അള്ളാഹു ചോദിച്ചതായി കാണാം. അതുപോലെ പകല് മാത്രമാണെങ്കിൽ ആരാണ് രാത്രി കൊണ്ടുവരിക? രാത്രി എന്നത് അള്ളാഹു ഈ നിശ്ചയിച്ച രാപ്പകലുകൾ, അതിൻ്റെ പിന്നിൽ വലിയ ഹിക്മത്തുണ്ട്. ആ രാത്രിയിൽ നമുക്ക് വിശ്രമിക്കാനുണ്ട്, അതിൽ തന്നെ ഇബാദത്തുകൾ ചെയ്യാനുണ്ട്. മുൻഗാമികളുടെ ആരാധനാ കർമ്മങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. നോക്കൂ സഹോദരങ്ങളെ, നമുക്കിതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. രാത്രി വേഗത്തിൽ കിടന്നുറങ്ങണം,
അപ്പോഴേ നമുക്ക് ഈ പറഞ്ഞ പോലെ 6 വീതിക്കാൻ പറ്റുള്ളൂ. രാത്രി മുഴുവനും ഒരുപാട് സമയം ഉറക്കമൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 6 1 2 പോലും വീതിക്കാൻ സാധിക്കുകയില്ല. എത്രയോ ആളുകൾ രാത്രി മുഴുവനും അലഞ്ഞു തിരിഞ്ഞ് കളിയിലും വിനോദങ്ങളിലും കഴിച്ചുകൂട്ടി അവസാനം സുബഹിന് കിടന്നുറങ്ങുന്ന അവസ്ഥകളാണുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ രാത്രി ഒരുപാട് നേരം നമ്മുടെ കൈകളിലുള്ള ഉപകരണം ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടും കണ്ടിട്ടും ചിരിച്ചിട്ടും ആസ്വദിച്ചിട്ടും ഇത്ര സമയങ്ങളാണ് നമ്മൾ ചെലവഴിക്കുന്നത്. ഒരുപാട് അർദ്ധരാത്രി കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ പിന്നീട് രാത്രി നിസ്കാരം പോയിട്ട് ഫർളായ നിസ്കാരം പോലും പാഴായി പോവുക എന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ നോക്കൂ, രാത്രി 6 വീതിച്ചാൽ അതിലെ പകുതി ഉറങ്ങും. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒന്നുറങ്ങി എഴുന്നേൽക്കുക എന്നുള്ളത് ഇബാദത്തിന് ഉന്മേഷം ലഭിക്കാൻ അത് കാരണമാണ്. എന്നിട്ട് നോക്കൂ, അതിലെ 2 ഭാഗങ്ങൾ നിസ്കരിക്കും. ഒരുപാട് സമയം കിട്ടും, സുദീർഘമായി നിസ്കരിക്കാൻ സമയം കിട്ടും. എന്നിട്ട് 6ാമത്തെ ഭാഗമാകുമ്പോൾ വീണ്ടും ഉറങ്ങുകയാണ്. വീണ്ടും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഫജ്റിന് നല്ല ഉന്മേഷത്തോടെ എഴുന്നേൽക്കാനും എന്നിട്ട് സുബഹി നിസ്കരിക്കാനും ഒക്കെ സാധിക്കും. നല്ലൊരു തർത്തീബാണിത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് നോക്കൂ, ഇത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നിസ്കാരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം, നീ ഇങ്ങനെ നിസ്കരിച്ചോ ആണ് നമ്മൾ വിഷയം. രാത്രി മുഴുവനും നിസ്കരിക്കുക എന്നത് എല്ലാ കാലത്തും നിനക്ക് സാധിക്കുകയില്ല. ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രയാസകരമായിരിക്കും. ഒരു കാര്യം ചെയ്തോ, ഇതുപോലെ ചെയ്തിട്ട് പകുതി ഉറങ്ങുക, എഴുന്നേറ്റ് നിസ്കരിക്കുക, വീണ്ടും ഉറങ്ങുക. ഇങ്ങനെ ചെയ്താൽ അത് മരിക്കുന്നത് വരെ തുടർന്നു പോകാൻ അത് സാധിക്കും. അല്ലെങ്കിൽ ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് സുദീർഘമായി നിസ്കരിച്ച് ചിലപ്പോൾ അന്ന് തന്നെ ഉറങ്ങിയിട്ട് അന്നത്തെ സുബഹി തന്നെ പോകും. പിന്നെ ആ രാത്രി നിസ്കാരം ഉണ്ടാവില്ല. അങ്ങനെ ആവരുത്. അങ്ങനെ ആവാൻ പാടുള്ളതല്ല. മറിച്ച് കുറച്ചാണെങ്കിലും ചെറുതാണെങ്കിലും നിരന്തരമായി ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്നാണ് ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ഈ സുദീർഘമായ ഒരു ഹദീസ് ഒരുപാട് ഗുണപാഠങ്ങൾ ഇതിലുണ്ട്. ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണിത്. അദ്ദേഹം ഇവിടെ ഈ ഭാഗത്ത് ഇത് കൊണ്ടുവന്നത് ശ്രേഷ്ഠകരമായ നോമ്പിനെക്കുറിച്ചും അതുപോലെ രാത്രി നിസ്കാരത്തെക്കുറിച്ചുമാണ് ആ ഹദീസിൽ പരാമർശമുള്ളത്. കിതാബു സിയാമിൽ ഈ ഒരു അധ്യായം കൊണ്ടുവന്നത് നോമ്പുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. ഒരാൾക്ക് ജീവിതത്തിൽ നോമ്പെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ഈ രൂപത്തിലൊക്കെയാണ് അത് പരിശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് രാത്രി നിസ്കാരത്തിൻ്റെ കാര്യത്തിലും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത ഹദീസും ഇതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇബാദത്തുകൾ. നമ്മുടെ സമയം, നമ്മുടെ യൗവനം, നമ്മുടെ ആയുസ് ഗൗരവത്തിൽ അതിനെക്കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നിസാരമായി അലസമായി കഴിഞ്ഞുകൂടുക എന്നത് അനുയോജ്യമല്ല. കാരണം നമ്മുടെ വിലപ്പെട്ട സമയമാണിത്. നമ്മൾ ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്നത് ഏറ്റവും നല്ല അള്ളാഹു നൽകിയ ഖുവ്വത്തുള്ള കാലഘട്ടമാണ്. ഈ സഹാബിയുടെ ഹദീസ് നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായി, അദ്ദേഹം യുവത്വത്തിൽ ചോദിച്ച ചോദ്യമാണിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നമ്മളോ നിർബന്ധമായ കാര്യത്തിൽ പോലും ചിലപ്പോൾ നമുക്ക് പ്രയാസം തോന്നാൻ, നമ്മുടെ കൽബ് പ്രായമായി പോയിട്ടുണ്ട്. നമ്മുടെ ശരീരം യുവാവിൻ്റെതാണെങ്കിലും നമ്മുടെ മനസ്സ് വയസ്സായി പോയിട്ടുണ്ട്. നമ്മുടെ മനസ്സിന് പ്രായമേറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? രോഗം പിടികൂടിയതുകൊണ്ടാണ്. എന്താണ് ആ രോഗം? പല രൂപത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തെ വലയം ചെയ്തിരിക്കുന്നു. ഹറാമുകളും കാണാൻ പാടില്ലാത്ത കാഴ്ചകളും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ കണ്ടും കേട്ടും വായിച്ചും ചിന്തിച്ചും നമ്മുടെ കൽബുകൾക്ക് രോഗം വന്നിട്ടുണ്ട്. അതുകൊണ്ടത് ദുർബലമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് യൗവനത്തിലാണെങ്കിലും യുവത്വത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ വാർദ്ധക്യത്തിലാണുള്ളത്.
അങ്ങനെ വാർദ്ധക്യത്തിലായി നമ്മുടെ ഹൃദയം ചത്തുപോകും, മരിച്ചു പോകും. പിന്നെ നമ്മൾ ജീവിക്കുന്നുണ്ടാകും, പക്ഷെ നമ്മുടെ ഹൃദയം പണ്ടേ മരിച്ചു പോയിട്ടുണ്ടാകും. നസ്അലുല്ലാഹ അസ്സലാമത വൽ ആഫിയ. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.